എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 5ാമത്തെ യൂണിറ്റിൻ്റെ പേര് റൂറൽ വൈബ്സ് എന്നാണ്. റൂറൽ എന്ന് പറഞ്ഞാൽ ഗ്രാമീണം അല്ലെങ്കിൽ ഗ്രാമീണ എന്ന് നമുക്കർത്ഥം പറയാം. വൈബ്സ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, പരിസരം, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഫീലിംഗ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് അർത്ഥം പറയാം. ഇവിടെ നമുക്ക് റൂറൽ വൈബ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാമീണ അന്തരീക്ഷത്തിനെയാണ് നമുക്കിതിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു ഗ്രാമത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നടക്കുക. പിന്നെ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് കൂടുതലും കൃഷിയോട് ചേർന്നിരിക്കുന്നതാണ്. ഇപ്പം ഗ്രാമത്തിലാണ് കൂടുതലും കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം കൃഷിയെയും കാർഷിക പ്രവർത്തനങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു യൂണിറ്റാണ് നമ്മുടെ റൂറൽ വൈബ്സ് എന്ന് പറയുന്ന ഈ യൂണിറ്റ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ മനുഷ്യൻ്റെ സംസ്കാരം തുടങ്ങുന്നത് തന്നെ കൃഷിയിൽ നിന്നാണ്. മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ആവശ്യം വായു, വെള്ളം, ആഹാരം, ഇതുകളാണ്. അപ്പോൾ നമ്മൾ ആഹാരത്തിന് വേണ്ടി നമ്മുടെ തുടക്കം മുതൽ മനുഷ്യവംശം തുടങ്ങിയത് മുതൽ നമ്മൾ ആഹാരത്തിന് വേണ്ടി ആദ്യം നമ്മൾ കാട്ടിൽ കിട്ടുന്ന കായ്കനികളൊക്കെ ഭക്ഷിച്ചുകൊണ്ടായിരുന്നു തുടക്കം. അതിനുശേഷം നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ തുടക്കം തന്നെ കൃഷിയാണ്. അപ്പോൾ കൃഷിയാണ് നമ്മുടെ ജീവൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. കൃഷിയും നമ്മുടെ പരിസരവും പ്രകൃതിയും ഒന്നുമില്ലെങ്കിൽ നമ്മൾ നിലനിൽക്കുവാനേ കഴിയില്ല. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മുടെ ഒരു കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതേപോലെ എങ്ങനെയാണ് കർഷകർ, നമ്മളെപ്പോഴും പഠിച്ച് വലിയ ജോലിയൊക്കെ ഉള്ളവരെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ വലിയ വലിയ ഉദ്യോഗത്തിലിരിക്കുന്നവരെ, കമ്പനികളിലിരിക്കുന്നവരെ, കമ്പനി CEO എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവരെ നമ്മൾ വലിയ ഒരു സ്ഥാനത്താണ് കാണുന്നത്. പക്ഷെ അവരെക്കാളും ഒക്കെ നമ്മൾ ഒരു പടി മുകളിൽ കാണേണ്ടവരാണ് കർഷകർ. അപ്പോൾ കർഷകർക്ക് ഇപ്പോൾ ഒരുപാട് പ്രാധാന്യം, അവരുടെ മൂല്യം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഒരു അടുത്ത കാലം വരെ കർഷകരുടെ മൂല്യം നമ്മൾ മനസ്സിലാക്കാത്ത ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ കർഷകരെന്ന് പറയുന്ന ഒരു നേഷന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് ഭക്ഷണം കൊടുക്കുന്നവരാണ്. ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മൾ എത്ര ദിവസം ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അടിസ്ഥാനപരമായ ഭക്ഷണം തരുന്ന ആളുകളാണ് കർഷകർ. അപ്പോൾ നമ്മളെ ഊട്ടുന്നവർ തന്നെയാണ് ആര്? നമ്മുടെ കർഷകർ. അപ്പോൾ നമ്മൾ കർഷകരെയും കാർഷിക വൃത്തിയെയും കൃഷിയെയും പരിസ്ഥിതിക്കുമൊക്കെ നമുക്ക് സ്നേഹം വളർത്തിയെടുക്കാൻ, അതിനോടൊക്കെ ചേർന്ന് അത് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു യൂണിറ്റാണ്. വളരെ മനോഹരമായ, നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു യൂണിറ്റാണിത്. ഇതിൻ്റെ യൂണിറ്റിൻ്റെ ആദ്യം തന്നെ നമ്മളൊരു ചിത്രം കാണുന്നുണ്ടല്ലേ? ഒരു തെങ്ങ്, ഒരു വീട്, അതിൻ്റെ കുറച്ച് ചുറ്റുമുള്ള സ്ഥലം വെറുതെ കിടക്കുകയാണ് അല്ലേ? അതിലൊന്നും നട്ടിട്ടോ കൃഷി ചെയ്തിട്ടോ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കോക്കനട്ട് ട്രീ ഉണ്ട്. അങ്ങനെ ഒരു ബാരൻ എന്ന് പറഞ്ഞാൽ തരിശ് ഭൂമിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ തരിശ് ഭൂമി ഇന്ന് പല വീടുകളോട് ചേർന്നും അല്ലാതെ പല സ്ഥലങ്ങളും എന്തോന്നാണ് തരിശായിട്ടാണ്, കൃഷിയൊന്നും ചെയ്യാതെ. അപ്പം അതിന് ഒരു വലിയ തടസ്സമായിട്ട് പറയുന്നത് കൃഷി ചെയ്യാൻ ആളില്ല, കൃഷി ചെയ്യുന്ന ലേബർ കോസ്റ്റ് കൂടുതലാണ്. ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുമൊക്കെ ഒരുപാട് പ്ലോട്ടുകളൊക്കെ കിടക്കുന്നത് നിങ്ങൾ കാണും. അപ്പോൾ ഇങ്ങനെ തരിശായി കിടക്കുന്ന ഭൂമികളൊക്കെ നമ്മൾ അവിടെ കൃഷി ചെയ്ത്
കൾട്ടിവേറ്റ് ചെയ്ത് അതിനെ നല്ല ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങളാക്കി മാറ്റണം, ഫലഭൂയിഷ്ടമായ ഭൂമികളായി മാറ്റണം. അപ്പം ഫലഭൂയിഷ്ടമായ ഭൂമിയാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്ന തരത്തിലുള്ള ചെറിയ പച്ചക്കറികൾ, ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പച്ചക്കറിയോ വാഴയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ ചേന, വാഴ, വെണ്ട ഇങ്ങനെയുള്ളത്, പിന്നെ പൂച്ചെടികൾ, ഇതൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നല്ല പച്ചപ്പും ഫലഭൂയിഷ്ടവുമാക്കി നമ്മുടെ ഭൂമി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അത് പച്ച നിറത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതിൻ്റെ കാര്യം, നമുക്കതിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരമൊക്കെ നല്ല പൂവുള്ള പൂന്തോട്ടത്തിൽ നടക്കുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ നല്ല സന്തോഷം കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടാതെ നമുക്ക് ഓക്സിജൻ തരുന്നുണ്ട് ഈ പച്ചപ്പിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഭൂമിയെ എന്നും ഫലഭൂയിഷ്ടമാക്കി നിർത്തേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ഒരു അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ പാഠത്തിലേക്ക് കടന്നാൽ, ആദ്യം സീഡ് ആൻഡ് സോയിൽ, വിത്തും മണ്ണും. ഇതില് ഒരു ചെറിയ പെൺകുട്ടിയുടെ കഥയിലൂടെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പോകുന്നത്. ഈ കുട്ടിയുടെ പേര് പാറു എന്നാണ്. പാറുവിന് നല്ല വയലൊക്കെ വളരെ ഇഷ്ടമാണ്, പാടവും വയലും ഒക്കെ വളരെ ഇഷ്ടമാണ്. Her name was Parvati. Her folks and neighbors called her Paru. അവളുടെ പേരെന്തോന്നായിരുന്നു? പാർവതി എന്നായിരുന്നു അവളുടെ പേര്. അപ്പോൾ അടുത്തുള്ള ആളുകളും അയൽവാസികളും ബന്ധുക്കളും ഒക്കെ അവളെ വിളിച്ചിരുന്ന ചെല്ലപ്പേരാണ് എന്തോന്ന്? പാറു. There were paddy fields all around her house. അവരുടെ വീടിന് ചുറ്റും നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ വീടിന് ചുറ്റും നെൽപ്പാടമുള്ളത് വളരെ കണ്ണിന് വളരെ ഇമ്പമുള്ളതും നല്ല കാറ്റും നമുക്ക് ഒരു നല്ല മാനസിക ഉല്ലാസമൊക്കെ ഉള്ള ഒരു കാഴ്ചയാണ് ചുറ്റും വയൽപ്പാടങ്ങൾ. നല്ല കാറ്റൊക്കെ വീശുമ്പോൾ ഇങ്ങനെ ഈ നെൽച്ചെടികൾ ഇങ്ങനെ കാറ്റത്ത് അതായത് എങ്ങനെയാണോ നമ്മൾ ബീച്ചിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ നീല വെള്ളം ഇങ്ങനെ തിരതിരയായി വരുന്നത്, അതേപോലെ ഒരു തിര പോലെ തന്നെ നമുക്ക് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നെൽച്ചെടിയിൽ കൂടി കാറ്റടിക്കുന്നത്. അപ്പോൾ ഈ പാറുവിൻ്റെ വീട്ടിൻ്റെ ചുറ്റും എന്തോന്നായിരുന്നു? നെൽപ്പാടങ്ങളായിരുന്നു. ഷീ ലവ്ഡ് ദി ഫീൽഡ്സ്. ആ നെൽപ്പാടങ്ങളെ അവൾ വളരെ സ്നേഹിച്ചിരുന്നു. ദ ട്രീസ് ആൻഡ് ദി പ്ലാന്റ്സ്. ചെടികളെയും മരങ്ങളെയും ഒക്കെ ആര് സ്നേഹിച്ചിരുന്നു? നമ്മുടെ പാറക്കുട്ടി വളരെയധികം സ്നേഹിച്ചിരുന്നു. She always cared for all the living things around her. അവൾക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളെയും, നമുക്ക് ചുറ്റും എന്തെല്ലാം ജീവജാലങ്ങളുണ്ട്, നമ്മൾ അവയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. നമുക്ക് രാവിലെ കാ എന്ന് പറഞ്ഞ് നമ്മുടെ അടുക്കള മുറ്റത്ത് വരുന്ന കാക്ക വന്ന് എന്ത് ചെയ്യുന്നു? നമ്മുടെ വേസ്റ്റുകളൊക്കെ കൊത്തിപ്പിറക്കി വൃത്തിയാക്കുന്നു. ആ കാക്കയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കാറുണ്ടോ? കാക്ക വരാറുണ്ട്, മൈന വരാറുണ്ട്. പിന്നെ നമ്മൾ റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഇപ്പോൾ നമ്മുടെ അങ്ങാടികളുടെയൊക്കെ സൈഡിൽ നാരായണ പക്ഷി എന്ന് പറഞ്ഞിട്ട് അങ്ങാടിക്കുരുവികൾ ഉണ്ടായിരിക്കും. ഇന്നൊക്കെ അങ്ങാടിക്കുരുവികളൊക്കെ ഒരുപാട് കുറഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനെയുള്ള കിളികൾ, ഒരുപാട് കിളികൾ, പിന്നെ അണ്ണാനുണ്ടാവും. നമ്മുടെ മാവിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന അണ്ണാനുണ്ടാവും. ഇതിനെയൊന്നും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മൾ അതിനോടൊക്കെ അതെല്ലാം നമ്മളെപ്പോലെ തന്നെ, നമ്മൾ മനുഷ്യരെ പോലെ തന്നെ അവരും ഭൂമിയിലേക്ക് തുല്യ അവകാശമുള്ള, ഭൂമിയിൽ തുല്യ പ്രാധാന്യമുള്ള നമ്മളെപ്പോലെയുള്ള ജീവികൾ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതായത് പൂച്ചയായാലും പട്ടിക്കുട്ടിയായാലും അണ്ണാനായാലും
കാക്കയായാലും കുയിലായാലും ഇങ്ങനെ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ ജീവികൾ, ശലഭമായാലും പൂമ്പാറ്റയായാലും എല്ലാം ഒരേ പ്രാധാന്യമുള്ള സാധനങ്ങളായിരുന്നു. ഒരേ പ്രാധാന്യമുള്ള ജീവനുകളാണ്. അപ്പോൾ ഈ ജീവികളെയെല്ലാം സ്നേഹിക്കുന്ന ഒരാളായിരുന്നു പാർവതി. ഷി ഓൾവേസ് കെയർഡ് ഫോർ ഓൾ ദ ലിവിങ് തിങ്സ് അറൗണ്ട് ഹർ. Paru's mother had died of a rare disease years ago. പാറുവിൻ്റെ അമ്മ ഒരു അപൂർവ രോഗം, സാധാരണ കാണുന്ന ചെറിയ ചെറിയ അസുഖം ഒന്നുമല്ല, ഒരു അപൂർവമായി നമ്മൾ പലരിലും കാണാത്ത എന്തോ ഒരു അപൂർവമായ ഒരു അസുഖം ബാധിച്ച് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു പോയിരുന്നു. പാറു റിയലി മിസ്ഡ് ഹെർ മദർ വെരി മച്ച്. പാറുവിന് അമ്മയെ വളരെയധികം മിസ് ചെയ്യുമായിരുന്നു. അമ്മ ഇല്ലല്ലോ എന്നുള്ള സങ്കടമൊക്കെ പാറുവിന് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് അമ്മയെ നഷ്ടപ്പെട്ടവർക്കൊക്കെ അതൊരു വലിയ വേദനയാണ്. നമുക്ക് അമ്മയുടെ സ്നേഹം, അമ്മ ഭക്ഷണം തരുന്നത്, അമ്മ നോക്കുന്നത്, അമ്മ താലോലിക്കുന്നത്, ഇങ്ങനെ അത് നമ്മുടെ കുട്ടിക്കാലത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് അമ്മ, അച്ഛൻ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതിൽ ആരില്ലാതായാൽ തന്നെയും നമുക്ക് വളരെ പ്രധാനമാണ് അമ്മയും അച്ഛനും. അപ്പം അതിലും ഏറ്റവും നമ്മോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് അമ്മ. അപ്പോൾ അമ്മ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ വളരെയധികം വാത്സല്യത്തിൻ്റെ ഒരു ഭാഗം തന്നെ നശിച്ചു പോവുകയാണ്. അപ്പോൾ കുട്ടിക്കാലത്താണ് അമ്മയുടെ വാത്സല്യം ഏറ്റവും അധികം ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ആവശ്യം. അപ്പോൾ പ്രത്യേകിച്ചും പെൺകുഞ്ഞും കൂടിയാണ്. അപ്പോൾ അമ്മ നഷ്ടപ്പെട്ടത് അവൾക്ക് എപ്പോഴും സങ്കടമായിരുന്നു. ഷി ഓഫൺ റിമെമ്പേഴ്സ് ദ വേർഡ്സ് ഓഫ് ഹർ മദർ. അമ്മ എപ്പോഴും പറയാറുള്ളത് പാറുക്കുട്ടിക്ക് ഓർമ്മ വന്നു. അമ്മ എപ്പോഴും എന്തോന്നാണ് പാറുക്കുട്ടിയെ ഓർമ്മിപ്പിച്ചതെന്നറിയാമോ? നേച്ചർ ഈസ് അവർ മദർ. അതായത് പ്രകൃതി നമ്മുടെ അമ്മയാണ് എന്നാണ് എപ്പോഴും പാറുവിൻ്റെ അമ്മ പാറുക്കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത്. ഷി ഓഫൺ റിമെമ്പേഴ്സ് ദ വേർഡ്സ് ഓഫ് ഹർ മദർ. നേച്ചർ ഈസ് അവർ മദർ. പ്രകൃതി നമ്മുടെ അമ്മയാണ്. നീ എനിക്ക് മകളെ പോലെ, പ്രകൃതിക്ക് നമ്മളെല്ലാവരും മക്കളാണ്, നമ്മുടെ അമ്മയാണ് പ്രകൃതി എന്ന് എപ്പോഴും പാറുവിൻ്റെ അമ്മ പാറുക്കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. അതെല്ലാം പാറുക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാറുണ്ട്. പാറുസ് ഫാദർ ഓഫൺ കൺസോൾ ഹർ. നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ, ഷീ ഈസ് വിത്ത് അസ്. എപ്പോഴും പാറുവിൻ്റെ അമ്മ പോയി എന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്, അമ്മ എപ്പോഴും നമ്മോടൊപ്പം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് പാറുവിൻ്റെ അച്ഛനും ഇടയ്ക്കിടയ്ക്ക് പാറുവിനെ ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു. ആരൊക്കെ ആശ്വാസം പറഞ്ഞാലും നമുക്ക് ആ ഓർമ്മ വലിയൊരു ഓർമ്മ, ആ നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റാത്തതാണ്. എന്നാലും പാറുവിൻ്റെ അച്ഛൻ എപ്പോഴും അവളെ ആശ്വസിപ്പിക്കും. നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ. അമ്മ പോയി എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട, ഷീ ഈസ് വിത്ത് അസ്. നമ്മളോട് എപ്പോഴും ഉണ്ട്. പാറുസ് ഗ്രാൻഡ് മദർ ഓൾസോ ഡിഡ് എവരിതിങ് ഷീ കുഡ് ടു മേക്ക് ഹർ ചിയർഫുൾ. അതായത് പാറുവിൻ്റെ അമ്മുമ്മയെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി അവളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി, ചിയർഫുൾ എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുവാൻ, എപ്പോഴും സന്തോഷവതിയായി പാറുക്കുട്ടിയെ ഇരുത്താൻ വേണ്ടി അമ്മുമ്മയും അവരുടെ പരമാവധി ചെയ്യുമായിരുന്നു. ഷീ ഫോളോഡ് ഹർ ലൈക്ക് എ ഷാഡോ. എപ്പോഴും പാറുവിനെ ഒരു നിഴൽ പോലെ, ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴൽ, നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ഉള്ളതാണ് നിഴൽ. നമ്മൾ എവിടെ പോയാലും നമുക്ക് നോക്കിയാൽ നമ്മുടെ നിഴൽ കാണാം. അതേപോലെ പാറുക്കുട്ടിയുടെ ഒരു നിഴൽ പോലെ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ അമ്മുമ്മ ഇങ്ങനെ കൂടെ ഉണ്ടാവും. പാറു ലവ്ഡ് ഹർ ഗ്രാൻഡ് മദർ വെരി മച്ച്. പാറുവിന് അവളുടെ അമ്മുമ്മയെ വളരെ ഇഷ്ടമായിരുന്നു. നമുക്കെല്ലാവർക്കും തന്നെ നമ്മുടെ അമ്മൂമ്മമാരെ
വളരെ ഇഷ്ടമാണ്. അതേപോലെ പാറുവിന് അവളുടെ അമ്മുമ്മയെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ പാറുവിൻ്റെ അമ്മുമ്മയുടെ പേര്, ഷീ കോൾഡ് ഹെർ യച്ചു അമ്മ. പാറുവിൻ്റെ അമ്മുമ്മയുടെ പേര്, അമ്മുമ്മയെ പാറു വിളിച്ചിരുന്നത് യച്ചു അമ്മ എന്ന് ആയിരുന്നു. അപ്പോൾ യച്ചു അമ്മ എപ്പോഴും പാറുവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് പാറുവിൻ്റെ ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടാവുമായിരുന്നു.